ഹായ് ഹലോ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ചിക്കൻ ബ്രെഡ് റോൾ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക്. അതിന് നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ വേണം. അപ്പോൾ ആ ചിക്കൻ കഴുകി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കണേ. ഇനി നമുക്കൊരു ഉരുളക്കിഴങ്ങ് കൂടി വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പീസാക്കണം എന്നൊന്നുമില്ല, ഞാൻ പിന്നെ വേഗം വേവാൻ വേണ്ടിയിട്ട് പീസാക്കിയിട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കാം. അങ്ങനെ രണ്ട് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളത് റെഡിയായി. ഇത് നമ്മൾ ചിക്കൻ കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് വളച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തതും കുറച്ച് പച്ചമുളകും പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്ത് ഇതുപോലെ ശരിയാക്കി എടുക്കണം. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഉടച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച് ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും പച്ചമുളകും അരിഞ്ഞ് വെച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനും ചോപ്പ് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മിക്സാക്കിയപ്പോൾ എനിക്ക് ആ ബൗൾ പറ്റില്ല എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വേറെ ബൗളിൽ എടുത്തതാണ്. ഇനി നമുക്കിതൊക്കെ ആവശ്യമായ ബാക്കി ചേരുവകൾ കൂടി ചേർക്കാം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, ഇനി കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ നേരത്തെ മുറിച്ച് വെച്ച ബ്രെഡിൻ്റെ ബാക്കി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇന്ന് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫില്ലിങ് എടുത്തിട്ട് നമുക്കിതുപോലെ റോളാക്കി കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്ത് വെച്ച ഫില്ലിങ് മുഴുവൻ നമ്മളെടുത്ത് റോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ വെച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ബ്രെഡ് ക്രംസും കൂടി ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് പൊരിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് ഒരു റെഡ് കളറാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് മറിച്ചിടാം. അതിന് രണ്ട് ഭാഗം കുറച്ച് വേവുന്ന കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.